ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്റ്റീം ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രെഡും ഉണ്ട്. അപ്പോൾ ക്രീം ഒന്നും ചേർക്കാതെ, അതുപോലെ തന്നെ കാഷ്നട്ട് പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്റ്റൂ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുനുകുനാന്നാണ് അരിഞ്ഞിരിക്കുന്നത്. ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷണൽ മാത്രമാണ്. പിന്നെ നമുക്ക് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 3 കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പു ഒരു 5 ഗ്രാമ്പു ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏലക്ക ഒരു 4 ഏലക്ക, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച്, ഏലക്ക മാത്രം ഒന്ന് ചതച്ച് കൊടുക്കുക. എന്നാലേ ഉള്ള അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങത്തുള്ളേ. അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മൂപ്പിച്ചെടുക്കുന്ന വഴി നമുക്ക് നന്നായിട്ട് ആ സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവർ ഫുള്ള് ആ ഓയിലിൽ വരികയും ചെയ്യും. ഇനി നമ്മൾ ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. അപ്പം ഇത് ആ ഒരു സ്പൈസസിൻ്റെ മണമെല്ലാം നമ്മുടെ ഈ ഒരു സവാളയായിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് എന്തായാലും നമുക്ക് ഇപ്പം ഞാനൊരു 5 പച്ചമുളകൊക്കെ ആട്ടോ നമുക്കിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് ഞാനൊരു 5 പച്ചമുളക്, ഒരു മീഡിയം വലിപ്പമുള്ള 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലിയാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വേറെ എരിവൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ പിന്നെ കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ഇത് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചിക്കനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഒരുപാട് മൂത്ത് പോവണ്ട, കളറ് മാറിപ്പോവുമല്ലോ. ഇതിനൊരു വൈറ്റ് കളറാണല്ലോ വരേണ്ടത്. പിന്നെ നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കനെയും കൂടെ അങ്ങോട്ടെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഫുള്ളും ആ ചിക്കനെ പിടിക്കണം. പിന്നെ അത് തന്നെയല്ല, ഈ ചിക്കൻ നമ്മൾ ഇട്ട സമയത്തൊരു കളറ് നമ്മുടെ സാധാ ഒരു പച്ച ചിക്കൻ പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആ ഒരു എണ്ണയിൽ കിടന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിനൊരു വൈറ്റ് കളറാകും നമ്മുടെ ഈ ചിക്കന്. അപ്പോൾ ആ പാകം വരെ ഒന്ന് നമുക്കൊന്നൊരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ആ ചിക്കൻ്റെ അകത്തേക്ക് ഈ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ. ഞാൻ സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റോളം ഞാനൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഞാൻ ഒരു ക്യാരറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്യാരറ്റാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിക്കൻ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആണല്ലോ വേവ് കൂടുതൽ, അതുകൊണ്ടാട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ മസാലയെല്ലാം പിടിച്ച് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാനിൽ ഞാൻ 1 മുറി തേങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് വലിയ തേങ്ങയൊന്നും അല്ലായിരുന്നു, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ 1 മുറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-ാം പാലാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒഴിച്ചത്. അപ്പോൾ ഈ 2-ാം പാലിലാണ് നമ്മുടെ ഈ ചിക്കനൊക്കെ ഒന്ന് വെന്തെടുക്കേണ്ടത്. അപ്പം അല്ലെങ്കിൽ ആ ഒരു വെള്ളച്ചൊവ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു 2-ാം പാലിട്ട് ഇത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ആ വേവുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്തോളും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആ ഒരു വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു കറി നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചർ വരികയും ചെയ്യും, നല്ല തിക്നെസ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റിയിട്ടൊന്ന് ഉടച്ചിട്ടിട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവി വെച്ചൊന്ന് ഇതാക്കി ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞോളും, നന്നായിട്ട് വെന്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടച്ച് വെച്ച് തന്നെ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ആ ഒരു വേവെല്ലാം ആയി ഞാൻ ആ ഉരുളക്കിഴങ്ങെല്ലാം ഉടച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇത് കണ്ടോ, ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ അത് അത്യാവശ്യം ഒരു കുറുകൽ പോലെ വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ആ 1-ാം പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞു പോകും. അപ്പോൾ കണ്ടോ ഇത് വേണ്ട ഈ ഒരു പാകമായപ്പോഴേക്കും നമ്മൾ വേണ്ട ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായതേ ഉള്ളൂ, അപ്പോൾ തന്നെ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. തിളച്ച് പോവല്ലോ കേട്ടോ. തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ആ ഒരു ക്രീമൊന്നും ചേർക്കാതെ തന്നെ എന്ത് നല്ല ക്രീമി ആയിട്ടാണ് വന്നേക്കുന്നത് അറിയാമോ. ആ ഉരുളക്കിഴങ്ങ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് ക്രീമി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ പണ്ട തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചക്കിട്ട് കൊടുക്കാം. കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില നിങ്ങൾക്ക് വേണം, ഇതൊക്കെ ഓപ്ഷനിലാട്ടോ ഈ മല്ലിയില എന്നുള്ളത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിനി എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ട ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ നല്ല ക്രീമി ആയിട്ടാണ് വന്നേക്കെന്ന് അറിയാം. ഇത് ഇരിക്കുന്നതിനനുസരിച്ച് ഒന്ന് ജസ്റ്റ് കുറുങ്ങുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കൂടിപ്പോയിരുന്നു, ജസ്റ്റ് ഇച്ചിരി ഒന്ന് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഉറയ്ക്കും, ഈ കറി ഒന്ന് നന്നായിട്ട് കുറുകിയും കൂടെ വരും. അപ്പോൾ കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ബ്രെഡ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ബ്രെഡൊക്കെ അവിടെ സ്റ്റീം ആയിട്ടുണ്ട്. അപ്പം ദേ നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ദേ നല്ല ആവി പറക്കുന്ന ബ്രെഡ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവേ. അപ്പോൾ ദേ ഞാൻ 3 ബ്രെഡാട്ടോ എടുത്തിരിക്കുന്നത്. അതും നമ്മുടെ ഈ ചിക്കൻ സ്റ്റൂവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ സ്റ്റൂ കഴിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡിൽ നന്നായിട്ട് കുതിർത്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ എനിക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ബ്രെഡും ചായയും സ്റ്റൂ ഒക്കെ കൂടെ കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.